ഗ്രാമർ ലൈറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഈ റൂൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. സബ്ജക്റ്റ് ഷുഡ് എഗ്രി വിത്ത് ദ വേർബ്. അതാണ് ആദ്യമായി നമ്മൾ പഠിച്ച നിയമം. എക്സാമ്പിൾ, ചൈൽഡ് ഡ്രിങ്ക്സ് മിൽക്ക്. ഡ്രിങ്ക് എന്നുള്ള വെർബിനെ ചൈൽഡ് എന്നുള്ള സിംഗുലറിന് വേണ്ടി നമ്മൾ എസ് ചേർത്ത് സിംഗുലറാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഐ ഗോ ടു ദ മാർക്കറ്റ് എന്നുള്ള സെൻറ്റൻസിൽ ഗോ എന്നുള്ള വെർബിൻ്റെ കൂടെ നിൽക്കുന്ന സബ്ജക്റ്റ് ഐ ആണ്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം വരും, ഐ ഒരാളേ ഉള്ളുവെങ്കിലും അത് പ്ലൂറലാണ്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഐയും യുയും പ്ലൂറലാണ്. രാജു, യു ടേക്ക് ദാറ്റ് ബുക്ക്. യു ടേക്ക് എന്നുള്ള വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂറലായിട്ടാണ്. കാരണം സബ്ജക്റ്റും പ്ലൂറൽ തന്നെയാണ്. അതുകൊണ്ട് യു ടേക്ക് ദാറ്റ് ബുക്ക് എന്നുള്ള സെൻറ്റൻസ് ശരിയാണ്. അതുകൊണ്ട് ഓർക്കുക, ഐ ആൻഡ് യു ആർ പ്ലൂറൽ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ടേക്ക് എന്നുള്ള വെർബ് ശ്രദ്ധിക്കുക. ടേക്ക് എന്നുള്ള വെർബിൻ്റെ അർത്ഥം എടുക്കുക എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് വേറൊരർത്ഥവും കൂടിയുണ്ട്. എടുക്കുന്നു എന്നും ഉള്ളതിന് നമുക്ക് ടേക്ക് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഡ്രിങ്ക്, കുടിക്കുക അല്ലെങ്കിൽ കുടിക്കുന്നു. അപ്പോൾ എല്ലാ വെർബുകളും രണ്ട് തരത്തിൽ നമുക്ക് അർത്ഥം സങ്കല്പിക്കാം. ഐ ടേക്ക് ദിസ് പെൻസിൽ. ടേക്ക് എന്നുള്ളതിന് എടുക്കുന്നു. മറ്റൊരാളോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ടേക്ക് എന്നുള്ളത് എടുക്കുക എന്നായി മാറും. ഉദാഹരണം, യു ഡ്രിങ്ക് ദിസ് മിൽക്ക്. മറ്റൊരാളോട് നമ്മൾ പറയുന്നു, അപ്പോൾ ഈ പാല് കുടിക്കുക എന്നാവും അർത്ഥം. ഇവിടെ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ വെർബ് തന്നെ ഇവിടെ കുടിക്കുക എന്നുമാകും. നൗൺ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറലായി മാറും. അതേപോലെ തന്നെ വെർബിൻ്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലറായി മാറും എന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക. ഞാൻ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.